السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين. أما بعد. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ലെഗസി ഓഫ് ലൈറ്റ്, അതാണ് നമ്മുടെ ഈ സീരീസ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതർ, അങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് നമ്മളിതിലൂടെ പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, നമ്മുടെ ഹുബ്ബ് വർദ്ധിക്കാൻ ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ അതിന് ഉപകരിക്കും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് നമ്മളിലൂടെ ലഭിക്കുന്ന അറിവ് കാരണം നമുക്കും ആഖിറത്തിൽ ഉപകാരമുണ്ടാകും, ഒരു സംശയമില്ലല്ലോ. അല്ലാഹു നമുക്ക് ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കാൻ, ആ പഠിച്ച, അറിഞ്ഞ, മനസ്സിലാക്കിയ അറിവുകൾ ജീവിതത്തിൽ പകർത്താനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരേടാണ്, ഒരു ചെറിയൊരു കഥ. ഇന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു ചരിത്രം. എന്നാൽ ആ ചരിത്രം ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്രക്ക് മഹബ്ബത്തിൻ്റെ അങ്ങേ അറ്റം. നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുയായിയായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. നമുക്കുണ്ടാവില്ലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ലേ, നമുക്കെല്ലാവർക്കും, നമുക്ക് ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ. ഇതേപോലെ ഹബീബായ തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടുത്തെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിക്കും. അതിൽ ഏറ്റവും ചെറിയ, അല്ലെങ്കിൽ അതിലെടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. നമുക്കറിയാലോ, ഹിജ്റയെ പറ്റി നമുക്കറിയാം അല്ലേ. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, മക്ക ഖുറൈശികളുടെ ഉപദ്രവം രൂക്ഷമാവുന്നു, മക്കയിൽ താമസിക്കാൻ പറ്റാതെ വരുന്നു, പല ആളുകളും പല സ്ഥലങ്ങളിലേക്കും ഹിജ്റ പോയി കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ അംഗീകാരം, ആ ഓർഡർ ലഭിക്കുന്നു, മദീനയിലേക്ക് ഹിജ്റ പോകണം. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ വീട്ടിലാണ്. ആ അലിയാര് തങ്ങളെ അവിടെ നിന്ന് കിടന്നിരുന്ന ആ കട്ടിലിൽ കിടത്തി, വീട് വളഞ്ഞിരിക്കുകയാണ്, അലിയാർ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ. അങ്ങനെ അലിയാര് തങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്ന ആ കട്ടിലിൽ പുതപ്പ് മൂടിക്കിടത്തിക്കൊണ്ട് അവിടുന്ന് എന്തു ചെയ്യുന്നു, ഈ വീടിൻ്റെ പുറത്തേക്ക് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു. അങ്ങനെയാണ് വഹി ഉണ്ടായത്. ഒരു പിടി മണ്ണ് വാരി, അങ്ങനെ ശത്രുക്കളുടെ കണ്ണുകളിൽ ആ മണ്ണ് പോകുന്നു. പരിശുദ്ധ യാസീനിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനിടയിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോവുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ കൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കൂട്ടുകാരനായിട്ടുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ അതിൽ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. ആ ഒരു യാത്രയിൽ നടന്ന സംഭവങ്ങൾ, ഗാർ സൗറിലടക്കം ഉള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു യാത്രയിൽ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു താങ്ങായി, തണലായി ഹബീബായ തങ്ങളോടൊപ്പം പോവുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോവുക? കൂട്ടുകാരനോടൊപ്പം അവരുടെ കൂടെ കൈയൊക്കെ പിടിച്ച് അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യും. മഹാനവർകൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? അപ്പോൾ ഈ യാത്രയിൽ ഒരു ഭയപ്പാടുണ്ട്, ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുക്കൾ വരും. എങ്ങോട്ടാണ് പോണത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നിലൂടെ ഏത് ഭാഗത്ത്, മരുഭൂമിയാണല്ലോ, ഏത് ഭാഗത്തു നിന്നും ശത്രുക്കൾ പാഞ്ഞെടുക്കാം വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇപ്രാളം കണ്ടിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ അബൂബക്കർ,
ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടണ്ട. പക്ഷെ എങ്കിലും അവിടത്തേക്ക് വല്ലാത്ത ഒരു സംരക്ഷണമായിരുന്നു ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തത്. നോക്കൂ നിങ്ങൾ, എങ്ങനെയായിരുന്നു അവിടുന്ന് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹബീബായ തങ്ങളെ ഇങ്ങനെ ചാടി ചാടി നടക്കുകയായിരുന്നു. ഇങ്ങനെ മദീനയിലേക്ക് നടക്കുന്ന സമയത്ത് കുറച്ചു നേരം അവിടുത്തെ മുമ്പിൽ നിൽക്കും, കുറച്ചു നേരം വലതുഭാഗത്ത് നിൽക്കും, കുറച്ചു നേരം ഇടതുഭാഗത്ത് നിൽക്കും, കുറച്ചു നേരം പിന്നിലായിട്ട് നടക്കും. ഇങ്ങനെ നാല് വശത്തുമായിട്ടായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റക്ക് പോകുന്ന സമയത്ത് മദീനയിലേക്കുള്ള ആ യാത്രയിൽ അവിടുത്തെ ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് സംരക്ഷിച്ചു. കുറച്ചു നേരം മുൻപിൽ നിൽക്കും, ഇടതുഭാഗത്ത് നിൽക്കും, വലതുഭാഗത്ത് നിൽക്കും, പിന്നിലൂടെ നടക്കും. ഇങ്ങനെ ഏത് ഭാഗത്ത് നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആക്രമണം വരുന്നതറിയില്ല. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആ സംരക്ഷണം കൊടുത്തുകൊണ്ട് നടക്കുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ ഗാറ് തൗറിലെത്തി. ഗാറ് തൗറിൽ ഒരുപാട് പൊത്തുകളുണ്ട്. ആ പൊത്തുകളെല്ലാം തന്നെ നോക്കൂ നിങ്ങൾ, അവിടുത്തെ കയ്യിലുള്ള തുണിക്കഷണങ്ങൾ കൊണ്ട് എല്ലാം അടച്ചു വെക്കുകയാണ്. ആരാലും കാണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരാലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണികളാണിത്. അത്രക്ക് സ്നേഹമായിരുന്നു ഹബീബായ തങ്ങളോട്. പറയുകയാണെങ്കിൽ ഏറെ പറയാനുണ്ട് അവിടുത്തെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ. ഓരോ ഏടുകളുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റുള്ള വീഡിയോകളിൽ പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം, അവിടത്തോടുള്ള ഇഷ്ക്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയവരായിരുന്നു സ്വഹാബത്ത്, പ്രത്യേകിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയേറെ സ്ഥാനം ലഭിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞതുപോലെ ഈമാനിന് ഇത്രയേറെ തൂക്കമുള്ള ഒരാൾ ലോക മുഅ്മിനീങ്ങളെക്കാളും, മുഅ്മിനീങ്ങളായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരെക്കാളുമെല്ലാം ഈമാൻ കൂടിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാതൃകയാക്കേണ്ടവരാണ്. നാം ജീവിത ചരിത്രങ്ങൾ പഠിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ തങ്ങളെ നാം സ്നേഹിക്കണം. മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ച്, മഹത്തുക്കളുടെ ജീവിതങ്ങൾ അറിഞ്ഞ്, അവരെ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ നാം ഒരുങ്ങണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. അങ്ങനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ, നമുക്ക് വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നല്ല സ്നേഹം ഹബീബായ തങ്ങളോട് നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ സ്വഹാബത്തിനോടുള്ള പ്രേമം, അവിടത്തോടുള്ള ഇഷ്ക്, സ്നേഹമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇഹപര ലോക ജീവിതങ്ങൾ വിജയപ്രദമാക്കി തീർക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.